തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. അതെ. ശക്തരായ 3 സ്ഥാനാർത്ഥികൾ. അതെ. രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, പന്നി രവീന്ദ്രൻ. ആര് ജയിക്കും തോന്നുന്നു? ഇപ്പോൾ 3 പേരും ഒരേ തുല്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ആര് ജയിക്കുക എന്നുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ അത് അറിയാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടത്തുകയില്ല. മത്സരത്തിൽ ഇപ്പം 100% ശശി തരൂർ ജയിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് പോയിട്ട് BJPക്ക് പിന്നെ ഇവിടെ വോട്ട് കുറവാണ്. അതുകൊണ്ടൊക്കെ പിന്നെ ഇപ്രാവശ്യത്തെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശശി തരൂർ തന്നെയാണല്ലോ സാധ്യത കൂടുതൽ പുള്ളിക്ക് തന്നെയാണ്. 100% ശശി തരൂർ വരാനാണ് സാധ്യത കൂടുതലുള്ളത്. ചേട്ടാ അഭിപ്രായം ശശി തരൂർ വരാൻ തന്നെ അഭിപ്രായം. ശശി തരൂർ ജയിക്കുള്ളൂ തോന്നുന്നത്. അവിടെ പാർലമെൻറ്റിൽ തരൂരാണ് ഇവിടെ തിരുവനന്തപുരത്ത് ജയിക്കാൻ പോകുന്നത്. തരൂർ ജയിക്കാതെ വേറെ ആരും ജയിച്ചിട്ട് കാര്യമില്ല. തരൂർ പോയാലേ വല്ല കാര്യം നടക്കും. കഴിവുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 15 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പ്രവർത്തനമാണ്. എല്ലാവരും പറയുക ഇവിടെ വന്ന് ഇവിടെ അല്ലല്ലോ, അദ്ദേഹത്തിന് ഡൽഹിയിലാണ് എൻ്റെ പ്രവർത്തന ശൈലി. ബാക്കി എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും ബാക്കിലോട്ട് നിന്നിട്ടില്ല. എല്ലാ കാര്യത്തിനും ജനങ്ങൾക്ക് ഒപ്പമുണ്ട്, ജയിക്കുകയും ചെയ്യും. ആര് ജയിക്കുന്നത്? തീർച്ചയായും ശശി തരൂർ തന്നെ തവണ വിജയിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ബാക്കി 2 സ്ഥാനാർത്ഥികൾ ശക്തരല്ലേ? അല്ല, കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരം നഗരത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ടുവന്നത് ശശി തരൂരാണ്. വിഴിഞ്ഞം തുറമുഖമായാലും ഹൈവേ ആയാലും എല്ലാ മേഖലകളിലും ഏത് മേഖലകളിലായാലും ശക്തമായ ഇടപെടൽ. കോവിഡ് കാലത്ത് കിറ്റുകൾ കൊണ്ടുവരുന്നതിലായാലും ഏത് കാര്യത്തിലായാലും ശശി തരൂരിൻ്റെ ഇടപെടലുകൾ തിരുവനന്തപുരം ജനത കണ്ടതാണ്. അതുകൊണ്ട് തിരുവനന്തപുരം പാർലമെൻറ്റിൽ തീർച്ചയായും ശശി തരൂർ തന്നെ ഇത്തവണയും വിജയിക്കും. അതിലൊരു ശശി തരൂർ തന്നെ ജയിക്കും. വട്ടിയൂർക്കാവിൽ മൊത്തത്തിൽ ശശി തരൂരിന്റെ തരംഗമാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആരും ഒത്തിരി ശശി തരൂരിനെ അളക്കാൻ പറ്റില്ല. ഈ 15 വർഷം കൊണ്ട് അദ്ദേഹം എന്തെല്ലാം ചെയ്തതായി തോന്നുന്നുണ്ട്? അത് ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇടപെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഈ പറയും പോലെ സമുദായമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ വേറ്റതിരിപ്പ് ആരോടത്തും ഇല്ല. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഇതാണ്. അങ്ങനെക്ക് സമുദായവുമില്ല, ജാതിയില്ല, ഒന്നുമില്ല. എല്ലാവർക്കും തുല്യമാണ് അങ്ങനെ. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ജയിക്കുമെന്ന് പറയുന്നത്. ശശി തരൂർ തന്നെ ജയിക്കും. ശശി തരൂർ ജയിക്കും. ശശി തരൂർ 15 വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്തായിരുന്നു? 15 വർഷമായിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അറിവിലുള്ളത്. പിന്നെ അദ്ദേഹം ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ തവണ കഴിയും തോറും അദ്ദേഹത്തിന് ജയിച്ചു വരുന്നത് ഇപ്പോഴും. അല്ലാതെ ജനങ്ങൾ വെറുതെ ഒരാളെ തിരഞ്ഞെടുക്കില്ലല്ലോ. എപ്പോഴും നല്ലത് ചെയ്തുകൊണ്ട് തന്നെയല്ലേ തിരഞ്ഞെടുക്കുള്ളൂ എപ്പോഴും. അല്ലാതെ അതുകൊണ്ട് അദ്ദേഹം തന്നെ ജയിച്ചു വരുന്ന ഉറപ്പാണ്. തരൂരിൻ്റെ വിജയത്തെ സംബന്ധിച്ച് നമുക്ക് 2 അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് നിയോജകമണ്ഡലത്തിലുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഫിക്സഡാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തരൂരിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഒരു സംശയത്തിൻ്റെ ഒരു നിഴൽ പോലുമില്ല. പിന്നെ മെജോറിറ്റിയെ സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വിജയത്തെക്കുറിച്ച് യാതൊരു സംശയവും ഞങ്ങൾക്കുമില്ല, ഇവിടുത്തെ പൊതുജനങ്ങൾക്കുമില്ല.